ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ വൈദ്യുതി വാങ്ങാൻ നാട് ചെലവഴിക്കുന്ന പണത്തിന്റെ കണക്കെടുത്താൽ നമ്മൾ ഓരോരുത്തരും പൊള്ളിക്കരിഞ്ഞു പോകും. 2023-24 സാമ്പത്തിക വർഷം വൈദ്യുതി വാങ്ങുന്നതിന് ചെലവഴിച്ചത് 12,982 കോടി 59 ലക്ഷം രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ 31 വരെ ചെലവഴിച്ചത് 9,931 കോടി രൂപ. 3 മാസത്തെ കണക്ക് കൂടി ചേരുന്നതോടെ ഇത് 14 കോടി രൂപയുടെ അടുത്തെത്തും. ഒരു മാസം ശരാശരി 1000 കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ചെലവഴിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ധനവിനിയോഗ കമ്പനി ഇപ്പോൾ വൈദ്യുതി ബോർഡാണ്. സംസ്ഥാനത്തെ വലിയ കമ്പനികളിൽ ഒന്നായ വി-ഗാർഡിന്റെ മൊത്തം വരുമാനത്തിന്റെ 300% വരും വൈദ്യുതി വാങ്ങാൻ മാത്രം KECB ലിമിറ്റഡ് ചെലവഴിക്കുന്ന തുക. ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന പണം സ്വാഭാവികമായും ഇവിടുത്തെ ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണമാണ്. എത്ര കാലം ഇങ്ങനെ കാശ് കൊടുത്ത് വൈദ്യുതി വാങ്ങി മുന്നോട്ട് പോകാൻ കഴിയും? വർദ്ധിക്കുന്ന വൈദ്യുതി നിരക്കിനെ കുറിച്ച് പരാതി പറഞ്ഞ് എത്ര കാലം സാധാരണക്കാർക്ക് കഴിഞ്ഞുകൂടാൻ കഴിയും? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വേണ്ടേ കേരളത്തിനും വൈദ്യുതി സ്വയം പര്യാപ്തത? 2 മാസം കൂടുമ്പോൾ വരുന്ന വൈദ്യുതി ബില്ല് കണ്ട് തലയിൽ കൈവച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ ബില്ല് 30% മുതൽ 80% വരെ കൂടുകയും ചെയ്യും. കാരണം ഇക്കാലത്ത് ഏറ്റവും വലിയ കച്ചവടം നടത്തുന്ന കമ്പനിയാണ് KECB ലിമിറ്റഡ്. സാധാരണ മാസങ്ങളിൽ 1000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത് എങ്കിൽ ഈ മാസങ്ങളിൽ 2000 മുതൽ 3000 കോടി രൂപയുടെ വരെ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതിയിൽ സ്വയം പര്യാപ്തത വരുന്ന കാലത്തല്ലാതെ നിരക്ക് കൈപ്പിടിയിൽ നിൽക്കില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച വൈദ്യുതി പദ്ധതികൾ അല്ലാതെ പുതിയതൊന്നും വരാനുള്ള സാഹചര്യവുമില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം ജലവൈദ്യുത പദ്ധതികൾ ഏതാലോചിച്ചാലും മുന്നോട്ട് നീങ്ങാത്ത സാഹചര്യമാണ്. കൽക്കരി പദ്ധതി ഇനിയുള്ള കാലത്ത് പ്രായോഗികമല്ല. LNGയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പുതുവൈപ്പ് ടെർമിനലിൽ സജീവമായിട്ടും അത് നടപ്പാകുന്നില്ല. കാറ്റാടിയിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നുമുള്ള ഉൽപാദനത്തിനും പരിമിതികളും പരിധികളുമുണ്ട്. ഇനിയുള്ള 10 വർഷമെങ്കിലും ഇതേ അളവിലോ അതല്ലെങ്കിൽ അതിലും കൂടുതലോ വൈദ്യുതി പുറത്തുനിന്നും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിരക്ക് വർഷാവർഷം ഉയരുകയും ചെയ്യും. 2016 ശേഷം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 5 തവണയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതുമൂലം 2600 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉപയോക്താക്കളിലേക്ക് എത്തിയത്. വർഷാവർഷം പുറമേ നിന്നും വാങ്ങുന്ന വൈദ്യുതി നിരക്ക് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2016 19,735 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് നമുക്ക് പുറമേ നിന്നും വാങ്ങേണ്ടി വന്നത്. പക്ഷേ ഇത് 2019 ആയപ്പോൾ 21,129 ദശലക്ഷം യൂണിറ്റായി വർദ്ധിച്ചു. 2024 നോക്കിയാൽ 25,794 യൂണിറ്റ് പുറമേ നിന്നും വാങ്ങേണ്ടി വന്നു. അതായത് 9 വർഷം കൊണ്ട് 6000 ദശലക്ഷം യൂണിറ്റാണ് പുറമേ നിന്നും നമുക്ക് അധികമായി വാങ്ങേണ്ടി വന്നത്. ഒരു യൂണിറ്റിന് 2016 3 രൂപ 72 പൈസയാണ് നൽകിയതെങ്കിൽ പോയ വർഷം അത് 5 രൂപ 4 പൈസയായി. വൈദ്യുതി കൂടുതൽ വാങ്ങേണ്ടി വരുന്നതിലൂടെ മാത്രമല്ല ഈ നിരക്ക് കൂടുന്നത്, വാങ്ങുന്ന വൈദ്യുതിയുടെ വില കൂടുന്നതും ഗുരുതര പ്രശ്നമാണ്. ഈ വേനൽക്കാലം മുന്നിൽ കണ്ട് ഏപ്രിൽ മാസത്തേക്ക് കൂടുതൽ ലഭിക്കാൻ കരാറായിട്ടുള്ളത് 695 മെഗാവാട്ട് മാത്രമാണ്. മെയ് മാസത്തേക്കുള്ള കരാർ വെറും 250 മെഗാവാട്ടിന് മാത്രവും. ഇനി ഈ മാസങ്ങളിലേക്ക് വേണ്ടി വരുന്ന വൈദ്യുതിയുടെ ആവശ്യകതകളുടെ കണക്ക് KECB ലിമിറ്റഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏപ്രിലിൽ 6050 മെഗാവാട്ട് വൈദ്യുതിയാണ് പീക്ക് സമയത്ത് വേണ്ടത്. മെയ് മാസത്തിലേക്ക് വന്നാൽ പീക്ക് സമയത്ത് 5680 മെഗാവാട്ടും വേണം. ഏപ്രിലിൽ പ്രതിദിനം 110 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും മേയിൽ പ്രതിദിനം 107 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും ആവശ്യമായി വരും. ഒരു ദിവസം 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആവശ്യം എന്ന റെക്കോർഡ് ഇത്തവണ 120 ദശലക്ഷം യൂണിറ്റിൽ എത്തുമെന്നും KECB പ്രതീക്ഷിക്കുന്നുണ്ട്. മാർച്ചിൽ 300 മെഗാവാട്ട് ആയിരുന്നു കരാറെങ്കിലും അതിൽ വളരെയേറെ കൂടുതൽ നമുക്ക് വാങ്ങേണ്ടി വന്നു. കാസർഗോഡ്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. ഇടുക്കിയിൽ പദ്ധതി നിലനിൽക്കുന്ന ജില്ലയിൽ അപ്രഖ്യാപിത പവർ കട്ടുകൾ എന്ന പരാതി ഇതിനകം തന്നെ വ്യാപകമാണ്. മലപ്പുറത്ത് ചൂട് ശക്തമായതോടെ വൈദ്യുതിയുടെ ആവശ്യകതയുടെ പകുതി പോലും ലഭ്യമല്ല. കാസർഗോഡ് എല്ലാ കാലത്തും എന്നതുപോലെ പവർ കട്ടുകളുടെ ജില്ലയാണ് ഈ വേനൽക്കാലത്തും.
3 ജില്ലകൾക്കുമായി 1024 കോടി രൂപയുടെ വൈദ്യുതി അധികമായി വേണ്ടിവരുമെന്നാണ് കണക്ക്. വൈദ്യുതി എവിടെ നിന്ന് എന്ന ചോദ്യം ഉയർന്നാൽ ഇപ്പോഴും ആദ്യം വിരൽ ചൂടുന്നത് 85 വർഷങ്ങൾ പിന്നിട്ട പള്ളിവാസൽ പദ്ധതിയിലേക്കാണ്. ദിവാൻ CP രാമസ്വാമി അയ്യർ 1940 ഉദ്ഘാടനം ചെയ്ത ആ പദ്ധതിയിൽ നിന്നും 60 മെഗാവാട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള എക്സ്റ്റൻഷൻ പദ്ധതി കാലങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നുണ്ട്. മാങ്കുളത്തും പാമ്പാറിലും തോട്ടിയാറിലും 40 മെഗാവാട്ട് വീതമുള്ള 3 പദ്ധതികൾ, അച്ചൻകോവിലും ഭൂതത്താൻകെട്ടിലും ചിന്നാറിലും ചെങ്കുളത്തും കിഴിത്തോടുമെല്ലാം 24 മെഗാവാട്ട് മുതൽ 12 മെഗാവാട്ട് വരെയുള്ള ചെറുകിട പദ്ധതികൾ. ഇവയെല്ലാം ഒറ്റയടിക്കിനി പൂർത്തിയായാൽ പോലും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന്റെ 10% പോലും ആവുകയില്ല. 23 ദശലക്ഷം യൂണിറ്റിന്റെ മാർമല ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് 2015 അനുമതി ലഭിച്ചതാണ്. പൊരിങ്ങൽകുത്തിലും മരിപ്പുഴയിലും കക്കയത്തുമൊക്കെ ഇങ്ങനെ അനുമതി ലഭിച്ച പദ്ധതികളുണ്ട്. ഇവയൊക്കെ നടപ്പാക്കുന്നതിനുള്ള കാലതാമസം പതിവ് പോലെ തന്നെ തുടരുകയുമാണ്. 10-20 മെഗാവാട്ട് വീതം മാത്രം ഉൽപാദനമുള്ള ചെറുകിട പദ്ധതികളാണ് ഇപ്പറഞ്ഞവയെല്ലാം. വൻകിട പദ്ധതികൾ പല പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ സാധ്യമാവുന്നുമില്ല. പിന്നെ പുറമേ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുക എന്ന സാധ്യത മാത്രമാണ് മുന്നിലുള്ളത്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം എന്ത് എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മുന്നിലുള്ളത്. എതിർപ്പുകൾ പരിഹരിച്ച് പദ്ധതികൾ നടപ്പാക്കിയില്ലെങ്കിൽ കേരളം സമ്പൂർണ്ണ ഇരുട്ടിലാകുന്ന കാലം അതിവിദൂരമല്ല. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.